ചേച്ചി, ഞങ്ങൾ ഇവിടെ ഉണ്ട്. നിങ്ങൾ ഇവിടെ ഇരിക്കുവാണോ? ഓണക്കോടി എടുക്കാൻ പോവണ്ടേ? അമ്മ വിളിക്കുന്നുണ്ട്. ഹായ്, ഓണക്കോടി. ചേച്ചി, ഓണമായോ? ഓണം ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. മാവേലി നമ്മളെ എല്ലാം കാണുവാനായി സുതലത്തിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട്. സുതലമോ? അതെവിടെയാ? അപ്പോൾ നീ ആ കഥ കേട്ടിട്ടില്ലല്ലേ? കുറച്ചൊക്കെ കേട്ടിട്ടുണ്ട്. ഇന്ന് ഞങ്ങളുടെ ടീച്ചർ ഞങ്ങൾക്ക് ഓണത്തെ പറ്റിയുള്ള കഥ വിശദമായി പറഞ്ഞു തന്നു. ഞങ്ങൾക്കും കൂടി ആ കഥ പറഞ്ഞു തരുമോ? നമസ്തേ ടീച്ചർ. നമസ്തേ. ഇരിക്കൂ എല്ലാവരും. ഇന്ന് എന്തൊക്കെയായിരുന്നു പരിപാടികൾ? ഞങ്ങൾ കളിക്കുകയായിരുന്നു. ഓണക്കോടിയൊക്കെ മേടിച്ചോ? ഇന്ന് മേടിക്കും. അപ്പൊ ഓണമൊക്കെ എത്തിയില്ലേ? ഓണത്തെ പറ്റി എന്തൊക്കെ അറിയാം? തിരുവാതിര കളിക്കും, പായസം ഉണ്ടാക്കും, ഓണസദ്യ കഴിക്കും, പൂക്കളം ഇടും. ഓക്കെ, ഓണത്തെ പറ്റി ഇത്രയൊക്കെ അറിയാം അല്ലേ? നമുക്ക് ആദ്യം ഞാൻ ഓണത്തെ പറ്റി തീർച്ചയായിട്ടും പറഞ്ഞു തരാം. ആദ്യം ഓണം എന്ത് എന്ന് പറഞ്ഞു തരാം. എല്ലാവരോടും കൂടി ആയിട്ട് പറയാം. ഓണം എന്ത്? ഓണം നമ്മുടെ കേരളീയരുടെ ദേശീയ ഉത്സവമാണ്. ഇതൊരു വിളവെടുപ്പ് മഹോത്സവം കൂടിയാണ്. എല്ലാ മതസ്ഥരും ജാതിഭേദം ഇല്ലാതെ എല്ലാ മതസ്ഥരും കൊണ്ടാടുന്ന ഒരു കാർഷിക ഉത്സവമാണ് ഓണം. ഓണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കർക്കിടക മാസത്തിൻ്റെ വറുതിയിൽ നിന്നും നമ്മളെ കൈപിടിച്ച് കരകയറ്റുന്ന ചിങ്ങമാസം കൂടിയാണ് ഓണത്തിന് നമ്മൾ കൊണ്ടാടുന്നത്. അതായത് ഈ ചിങ്ങമാസമാണ് കേരളത്തിനെ സമൃദ്ധിയിലേക്ക് കൈപിടിച്ച് കയറ്റുന്നത്. അതായത് ഒരു സന്തോഷത്തിൻ്റെ തുടക്കവും ഒരു സന്താപത്തിൻ്റെ ഒടുക്കവുമാണ് ഓണം എന്ന് പറയുന്നത്. അപ്പോൾ ഓണത്തിന് നമ്മൾ മഹാബലിയെ വരവേൽക്കും, വാമനനെ വരവേൽക്കും. ഇതൊക്കെ എല്ലാവർക്കും അറിയോ? ഇനി മഹാബലിയെ പറ്റി പറയാം. പണ്ട് കേരളം ഭരിച്ചിരുന്നത് അസുര ചക്രവർത്തിയായ മഹാബലിയായിരുന്നു. മഹാബലി വലിയ സ്നേഹസമ്പന്നനും ദയാലുവും വീരനും ശൂരനും ഭക്തനും പ്രജാവത്സരനുമൊക്കെ ആയിരുന്നു. അദ്ദേഹം ഈ നാട് ഭരിക്കുമ്പോൾ ഇവിടെ ഐശ്വര്യം നിറഞ്ഞതായിരുന്നു. കള്ളവുമില്ല, ചതിയുമില്ല, കള്ളത്തരങ്ങൾ ഒട്ടും തന്നെ ഇല്ല. എല്ലാവരും ഓണക്കാലത്തും അല്ലാത്ത സമയത്തും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കഴിഞ്ഞിരുന്ന ഒരു മനോഹരമായ കാലമായിരുന്നു മഹാബലി ഭരിക്കുമ്പോൾ. നമുക്കതൊന്ന് സങ്കല്പിച്ചാലോ? ഓക്കെ, നമുക്ക് എല്ലാവർക്കും മഹാബലി ഭരിച്ചിരുന്ന കാലം ഒന്ന് സങ്കല്പിക്കാം. Bye.
അങ്ങനെ അസുര ചക്രവർത്തിയായിരുന്ന മഹാബലി യുദ്ധമൊക്കെ ചെയ്ത് വിശ്വവിജയി ആവാൻ യാഗങ്ങളൊക്കെ നടത്തി. ദേവന്മാരുടെ അധിപനായ ഇന്ദ്രനെ തോൽപ്പിക്കുകയും ഇന്ദ്രനാൽ തോൽക്കപ്പെടുകയും ഒക്കെ ചെയ്തു. ഈ പരമഭക്തനും ദാനിയുമായ മഹാബലിയെ മഹാവിഷ്ണു ഉൾപ്പെടെ എല്ലാ ദേവന്മാർക്കും വലിയ ഇഷ്ടമായിരുന്നു. ഭൂലോകത്തിന്റെ താഴേക്കുള്ള ഏഴ് ലോകങ്ങളിൽ ഒന്നായ സുതലം, സ്വർഗവാസികളുടെ പ്രിയപ്പെട്ട സ്ഥലം. സുതലം, പാതാളം, രസാതലം, മഹാതലം, തലാതലം, സുതലം, വിതലം, അതലം എന്നിവയാണ് 7 ലോകങ്ങൾ. ഇതിൽ മഹാബലിയുടെ പാതാളത്തിലുള്ള ആസ്ഥാനമാണ് സുതലം. അവിടെ ഇപ്പോഴും പ്രജകളെ സേവിക്കുന്ന മഹാബലിയുടെ ദ്വാരപാലകനായിട്ട് വാമനൻ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. മന്വന്തര യുഗത്തിൽ ഇന്ദ്രനായി മഹാബലിയെ വാഴിക്കണം. കാരണം അതിനെന്തുകൊണ്ടും യോജിച്ചത് മഹാബലിയായിരുന്നു. പക്ഷേ ഇന്ദ്ര പദവി ലഭിക്കണമെങ്കിൽ അഹം എന്ന ബോധം ഇല്ലാതെയാവണം. ഭൂമിയിലും ദേവലോകത്തും ശാന്തിയും സമാധാനവും തിരികെ കൊണ്ടുവരണം. മഹാവിഷ്ണു വാമന അവതാരം എടുത്തത് ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. അതായത് മഹാബലിയുടെ അഹം എന്ന ഭാവം ഇല്ലാതാക്കിയാൽ മാത്രമേ മഹാബലി മന്വന്തര യുഗത്തിൽ ഇന്ദ്രനായി വാഴാൻ സാധിക്കുകയുള്ളൂ. ഇതിനുവേണ്ടി വാമന അവതാരം എടുക്കുകയും ദാനിയായ മഹാബലിയെ സന്ദർശിച്ച് 3 അടി മണ്ണ് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. തൻ്റെ ഗുരുവായ ശുക്രാചാര്യരെ എതിർത്തിട്ടും മഹാബലിയുടെ അഹം എന്ന ഭാവം കൊണ്ട് മഹാബലി 3 അടി മണ്ണ് വാമനന് നൽകാം എന്ന് വാക്കു കൊടുക്കുന്നു. വാക്ക് പാലിക്കാൻ കഴിയാതെ വരുമ്പോൾ 3-ാമത്തെ അടി മണ്ണിനായി തൻ്റെ ശിരസ് സമർപ്പിച്ച ശേഷം സുതലത്തിലേക്ക് ചവിട്ടി താഴ്ത്തപ്പെടുന്ന ദാനിയായ മഹാബലിയുടെ ആഗ്രഹപ്രകാരം ചിങ്ങമാസത്തിലെ തിരുവോണനാളിൽ നമ്മയൊക്കെ കാണാനായിട്ട് മഹാബലിയോടൊപ്പം വാമനനും എത്തുന്നു എന്നാണ് ഐതിഹ്യം. അപ്പം അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ തിരുവോണം കൊണ്ടാടുന്നത്. നമുക്ക് ഈ ഒരു മഹാബലിയുടെ സുതലത്തിലേക്കുള്ള യാത്രയും നമുക്കൊന്ന് സങ്കല്പിക്കാം. കൂട്ടുകാർ റെഡിയാണോ? മാവേലി തമ്പുരാൻ നീണാൾ വാഴട്ടെ. അങ്ങേ മുഖം കാണിക്കാൻ ഒരു ബ്രാഹ്മണ ബാലകൻ കാത്തു നിൽക്കുന്നു. ആദരപൂർവം ബാലകനെ ആനയിച്ചാലും. വരിക കുമാര. പ്രണാമം മഹാത്മാവേ. സ്വാഗതം കുമാര. വരിക വരിക. അങ്ങയുടെ ആഗമനോദ്ദേശം അരുളിയാലും. പ്രഭു, നമുക്ക് തപസ് ചെയ്യാൻ വെറും 3 അടി മണ്ണ് യാചിച്ചു വന്നതാണ് ഞാൻ. കേവലം 3 അടി മണ്ണോ? ആകട്ടെ, അങ്ങയുടെ ഹിതം പോലെ നടക്കട്ടെ. അളന്നെടുത്താലും കുമാര. അരുത് മഹാപ്രഭു. അങ്ങുദ്ദേശിക്കുന്ന പോലെ ഒരു നിസാര ബാലനല്ല ഈ കുമാരൻ. ക്ഷമിക്കണം ഗുരു ശുക്രാചാര്യ, ഇത് നമ്മുടെ പ്രതിജ്ഞയാണ്. ഇത്ര ധിക്കാരമോ? നമ്മുടെ വാക്ക് നിഷേധിച്ച നീ ഇതിന്റെ ഭവിഷ്യത്ത് തീർച്ചയായും അനുഭവിക്കും.
വാമനൻ 2 അടി മണ്ണ് അളന്നു കഴിഞ്ഞപ്പോൾ മണ്ണും വിണ്ണും ഭഗവാന്റെ അധീനതയിലാണ്. 3-ാമത്തെ പടി നാം ഇനി എവിടെ വെക്കും ദയാനിധി? മഹാപ്രഭു, 3-ാമത്തെ അടിക്കായി നാം അങ്ങയുടെ മുൻപിൽ ശിരസ് നമിക്കുന്നു. തൃപ്പാദം വെച്ച് അനുഗ്രഹിച്ചാലും. ഹേ മഹാനുഭാവ നൃപോത്തമ, സത്യം, നീതി, ദയാദാനങ്ങളിൽ കീർത്തിമാനായ ചക്രവർത്തി, അങ്ങയുടെ സൽപ്പേര് ത്രിലോകങ്ങളിലും പ്രകീർത്തിക്കുമാറാണ്. അങ്ങേക്ക് എന്ത് വരവും നമ്മോട് ആവശ്യപ്പെടും. ഭഗവാൻ, നമ്മുടെ പ്രാണന്റെ പ്രാണനായ പ്രജകളെ ഭൂലോകത്തെത്തി സന്ദർശിക്കുവാനുള്ള വരം നൽകി അടിയനെ അനുഗ്രഹിച്ചാലും. തഥാസ്തു. ചിങ്ങമാസത്തിൽ പൊന്നോണ നാളിൽ എല്ലാ വർഷവും ഭൂമിയിലെത്തി പ്രജകളെ സന്ദർശിക്കുവാനുള്ള വരം നാം അങ്ങേക്ക് നൽകുന്നു. മംഗളം ഭവിക്കട്ടെ. अभ्युत्थानम् अधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधूनां विनाशाय च दुष्कृताम्